നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. പ്രായം ചെന്ന ഒരു ബുദ്ധ ഭിക്ഷുവായിരുന്നു ശീലഭദ്രൻ. അദ്ദേഹത്തിന് മുന്നിലെത്തിയ ഹുയാൻസാങ് മുട്ടുകുത്തി നിന്ന് അദ്ദേഹത്തിൻ്റെ പാദങ്ങളിൽ ചുംബിച്ച് താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, അങ്ങേക്ക് ശിഷ്യപ്പെട്ട് വിദ്യ അഭ്യസിക്കാൻ അങ്ങകലെ ചൈനയിൽ നിന്ന് വരികയാണ്. അങ്ങനെ ശിഷ്യനായി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് കേട്ടയുടനെ ശീലഭദ്രൻ്റെ മിഴികൾ നിറഞ്ഞൊഴുകി. അതിനൊരു കാരണവുമുണ്ടായിരുന്നു. ഒരിക്കൽ ശീലഭദ്രൻ രോഗം ബാധിച്ച് അത്യാസന്ന നിലയിലായി. മരണം മുന്നിൽ കണ്ടുകിടന്ന അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. സ്വർണം, വെള്ളി, സ്ഫടികം എന്നീ നിറങ്ങളുള്ള ഓരോ ദേവന്മാർ മരിക്കാനുള്ള മോഹം ഉപേക്ഷിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുക എന്ന് അവർ ഉപദേശിക്കുകയാണ്. ചൈനയിൽ നിന്നൊരാൾ വിദ്യ അഭ്യസിക്കാൻ എത്തുമെന്നും അയാളെ പഠിപ്പിക്കേണ്ടത് ശീലഭദ്രൻ്റെ കർത്തവ്യമാണെന്നും അവർ ഓർപ്പിച്ചു. വർഷങ്ങൾക്ക് ശേഷം ഹുയാൻസാങ് എത്തിയപ്പോൾ താൻ പണ്ട് കണ്ട സ്വപ്നമോർത്ത് ശീലഭദ്രൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഹുയാൻസാങ്ങിനെ സഹായിക്കാൻ 20 ഭിക്ഷുക്കളെയാണ് അദ്ദേഹം നിയോഗിച്ചത്. അവർ അദ്ദേഹത്തെ ആശ്രമത്തിലെ ആചാരങ്ങളും രീതികളുമെല്ലാം പഠിപ്പിച്ചു. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഹുയാൻസാങ് ഇത്രയും ദൂരം താണ്ടി ചൈനയിൽ നിന്ന് ഇന്ത്യയിലെത്തിയത്? ഭാരതത്തിലെ ലോകപ്രശസ്തമായ പുരാതന വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു നളന്ദ. മഗധ സാമ്രാജ്യങ്ങളിൽ അന്നത്തെ ബീഹാർ 5-ാം നൂറ്റാണ്ടിൽ 13-ാം നൂറ്റാണ്ടിനുമിടയ്ക്ക് നിലനിന്ന ആ ബുദ്ധ മത കേന്ദ്രത്തിൽ ഒട്ടേറെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേർ വിദ്യാഭ്യാസത്തിനായി എത്തിയിരുന്നു. 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ നളന്ദ തകർക്കപ്പെട്ടു. പുരാതന കാലത്ത് അഥവാ 7-ാം നൂറ്റാണ്ടിൽ നളന്ദ യൂണിവേഴ്സിറ്റിയിൽ പ്രവേശിക്കുക അത്ര എളുപ്പമായിരുന്നില്ല. നളന്ദയുടെ മുമ്പിൽ ഒരു ദ്വാരപാല പണ്ഡിറ്റുകളുണ്ട്, ഗേറ്റ് കീപ്പർ സ്കോളേഴ്സ്. അവർ ബുദ്ധ തത്വചിന്തയെക്കുറിച്ചും ലോജിക്കിനെക്കുറിച്ചും ഗ്രാമറും ബേസ് ചെയ്ത് അനേകം ചോദ്യങ്ങൾ ചോദിക്കും. അതിൽ പാസ്സായാൽ മാത്രമേ അകത്ത് പ്രവേശനമുള്ളൂ. ഈ എൻട്രൻസ് ടെസ്റ്റിൽ 20 മുതൽ 30% വരെ മാത്രമേ പാസ്സാവുകയുള്ളൂ. കൊറിയ, ജപ്പാൻ, ചൈന, ടിബറ്റ്, മംഗോളിയ, ശ്രീലങ്ക തുടങ്ങിയ അനേക രാജ്യങ്ങളിൽ നിന്ന് അനേകർ നളന്ദയിൽ പഠിക്കാൻ എത്തിയിരുന്നു. 10,000-ത്തിലധികം കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു ഇവിടെ. 2,000-ത്തിലധികം അധ്യാപകർ വേദങ്ങളും തത്വചിന്തയും ലോജിക്കും കണക്കും അസ്ട്രോണമിയും മെഡിസിനും പഠിപ്പിച്ചിരുന്നു. മഹായാന തത്വചിന്തകനായ നാഗാർജുന, ഇന്ത്യൻ മാത്തമാറ്റീഷ്യനും അസ്ട്രോണമറുമായ ആര്യഭട്ട, താന്ത്രിക് ആചാര്യനായ നരോപ്പ എന്നിവർ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളായിരുന്നു. പിന്നീട് 1193-ൽ തുർക്കികളുടെ ആക്രമണത്തിൽ നളന്ദ പൂർണ്ണമായും തകർക്കപ്പെട്ടു. അതിവിശാലമായ ലൈബ്രറി ചുട്ടരിക്കപ്പെട്ടു. പ്രാണരക്ഷാർത്ഥം ഓടിപ്പോയ ചില ബുദ്ധ സന്യാസിമാർ അവരുടെ പുസ്തകങ്ങൾ അവരുടെ രാജ്യത്തെ ലൈബ്രറിക്ക് കൊടുക്കുകയുണ്ടായി. ഈ ഒരു വിജ്ഞാനം നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.